ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ HB കൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് ഗർഭിണികളായാലും അല്ലാത്തവർക്കായാലും യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രഗ്നൻസി ജേണിയിൽ 7th മന്തൊക്കെ ആയപ്പോൾ എനിക്ക് നന്നായിട്ട് ബ്ലഡ് കൗണ്ട് കുറഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് വെക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നമ്മൾ നല്ല ബ്ലഡ് വെക്കാനുള്ള ഫുഡൊക്കെ കഴിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് ആയിട്ട് അനാർ കഴിച്ചിരുന്നു. അനാർ, മാതളനാരങ്ങ അല്ലെങ്കിൽ പൊമഗ്രാനേറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് കഴിച്ചിരുന്നു. അതുപോലെ തന്നെ ചീര മേടിച്ചിട്ട്, ചുവപ്പ് ചീരയും അതുപോലെ തന്നെ പച്ച ഇലയുള്ള ചീരയും അതും ഞാൻ ഒരാഴ്ച കഴിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് നല്ലതാന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ട് കഴിച്ചു. പിന്നെ ബീൻസ്, പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരാഴ്ച മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനത് തുടർന്നിട്ടൊന്നുമില്ല. ഞാൻ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രഗ്നൻസിയിൽ, അതായത് ബ്ലഡ് കുറവാന്ന് പറഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എന്താ പറയുക, 7 മാസം കഴിഞ്ഞ് 8ാം മാസം പകുതി ആയപ്പോഴത്തേനും ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കറക്റ്റ് വാല്യൂവിലെത്തി. അപ്പം ഞാൻ പറയാം, ആദ്യം തന്നെ നമുക്ക് ശരിക്കും വേണ്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് ഗർഭിണികൾക്ക് 12 വേണ്ടത്. അത് ഓരോ എന്താ പറയുക, കുട്ടികൾക്ക് ഒരു റേഞ്ച് ഉണ്ടാവും, മുതിർന്നവർക്ക് ഒരു റേഞ്ച് ഉണ്ടാവും. ഗർഭിണികളാവുമ്പോൾ ഇത്ര വേണം, അങ്ങനെ ഉണ്ട്, ബ്ലഡ് കൗണ്ട് ഇത്ര വേണമെന്ന്. അപ്പൊ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും, ഗർഭിണിയാണെങ്കിലും ഗർഭിണി അല്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളുടെ കറക്റ്റ് ആ ഒരു എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ബ്ലഡ് കൗണ്ട് അതിലേക്ക് എത്തും. ഡോക്ടറെ അടുത്ത് പോയിട്ട് വലിയ ഇപ്പൊ എനിക്ക് തന്നെ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ ഏകദേശം 1000 രൂപയുടെ അടുത്തൊക്കെ ആയി ഈ ബ്ലഡ് വെക്കാനുള്ള ഇഞ്ചക്ഷന്. ചിലർക്ക് അത് 5000, 2000, 3000 ഒക്കെ ചെയ്യണവരുണ്ട്, കുറെ കുപ്പി കയറ്റുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രാഗിപ്പൊടി ഉണ്ടല്ലോ. രാഗിപ്പൊടി മേടിച്ചിട്ട്, നല്ല ശുദ്ധമായ രാഗിപ്പൊടി നമുക്ക് മില്ലിൽ നിന്ന് പൊടിച്ച് കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു പൊടി വെച്ചിട്ട് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ റാഗിപ്പൊടി മേടിക്കാൻ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല റാഗി മേടിച്ചിട്ട് അത് നന്നായി ഉണക്കി, അത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ റാഗി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇത് ടേസ്റ്റി ആയതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കുടിച്ചോളും, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. എന്താ പറയാ, എനിക്ക് ഷുഗർ ഇല്ലാത്ത കാരണം ഡയബറ്റിക് അല്ല ഞാൻ പ്രഗ്നൻസിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം. അപ്പോൾ ജാഗരി ആവുമ്പോൾ വീണ്ടും ബ്ലഡ് വയ്ക്കാനുള്ള സംഭവം തന്നെയാണ്. അപ്പൊ അതും നല്ലതാണ്. പിന്നെ ഷുഗർ കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജാഗരി യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈത്തപ്പഴം നല്ലതാണ്, ഡേറ്റ്സ്. പക്ഷെ അതൊരു ഓവർ ലിമിറ്റ് നമുക്ക് കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ 1-2 വെച്ചിട്ട് ദിവസം കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അതും ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു റാഗിയുടെ ഡ്രിങ്കാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എനിക്ക് 10 എനിക്ക് 7 മാസത്തിൽ ചെക്കപ്പ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ബ്ലഡ് കൗണ്ട് എങ്കിൽ ഇപ്പോൾ എനിക്ക് കറക്റ്റ് 12.2 ആയിട്ടുണ്ട്. 12 വേണ്ടത് ഗർഭിണികൾക്ക്, അതിലും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷഗുണങ്ങളുണ്ട് ബ്ലഡ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. അത് പ്രഗ്നൻസിയിലാണെങ്കിലും അല്ലെങ്കിലും ഉണ്ട്. അപ്പോൾ ബ്ലഡ് എന്തായാലും നമ്മളെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിലാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. ബ്ലഡ്
ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉണ്ണിയുള്ള കാരണം തന്നെ ഉണ്ണിയുടെ വളർച്ചേനെ അത് എഫക്റ്റ് ചെയ്യും. അതൊരു കേസാണ്. നമുക്ക് ബ്ലഡ് നമ്മുടെ ഇതിൽ നിന്നാണല്ലോ ന്യൂട്രിയൻസ് ഒക്കെ ബേബിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ നല്ല ഫുഡ് കഴിച്ചേ പറ്റൂ. അപ്പോൾ കുറേ വാരി വലിച്ച് അത് ഇതൊന്നും കഴിക്കാണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക, അയൺ കണ്ടന്റ് ഉണ്ടോയെന്ന്. പിന്നെ മാത്രമല്ല കേട്ടോ, നമ്മൾ അയൺ ഗുളിക കഴിക്കുന്നുണ്ട്, ഡോക്ടർ തരുന്ന അയൺ ഗുളികയും കഴിക്കുന്നുണ്ട്, കാൽസ്യം കഴിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് എനിക്ക് ബ്ലഡ് വെച്ചിട്ടുണ്ടാവുക. അയൺ ഗുളിക അതിന് മുന്നേ കഴിച്ചിരുന്നു, എങ്കിലും എൻ്റെ ബ്ലഡ് കൗണ്ട് നോക്കിയപ്പോൾ 7 ആയിരുന്നു. പിന്നെയും നമ്മൾ രാവിലെ മാത്രം അയൺ ഗുളിക കഴിക്കും. പിന്നെ ഈ വെറും വയറ്റിൽ ഞാൻ നമ്മുടെ തൈറോയിഡിൻ്റെ ഗുളിക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ട്. അപ്പോൾ ആ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ചിലപ്പോൾ ബ്ലഡ് ഇല്ലെങ്കിൽ ബ്ലഡ് ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും നമ്മൾ വിളിക്കേണ്ടി വരും. നമ്മളെ സെയിം ബ്ലഡ് ഗ്രൂപ്പുള്ള ആളെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പിന്നെ ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ആശാ വർക്കറും നേഴ്സും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചെക്കപ്പ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ എല്ലാ ആന്റിനേറ്റൽ കെയർ നമുക്ക് തരുമല്ലോ. ലൈക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയല്ലോ, നമുക്ക് എന്തെങ്കിലും കുറവുണ്ട്, നമ്മുടെ ബ്ലഡ് എത്ര, നമ്മുടെ BP എത്ര, ഇതൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അപ്പൊ എൻ്റെ റിപ്പോർട്ടുകൾ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ബ്ലഡ് കുറവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് ഉണ്ണിയുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ബ്ലഡ് വേറെ ആരെങ്കിലും തരേണ്ടി വരും. പിന്നെ ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം, നിൽക്കാതെ ബ്ലീഡിങ് ഉണ്ടാവാം, അതൊക്കെ കോംപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എന്തായാലും ബ്ലഡ് കറക്റ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തായാലും ചീര, ഇലവർഗ്ഗങ്ങള്, മുരിങ്ങയുടെ ഇല, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ബ്ലഡ് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ നോക്കിയിട്ട് അത് മേടിച്ച് കഴിക്കപ്പോൾ ഇപ്പോൾ പോമഗ്രാനൈറ്റ് നല്ലതാണ്. അത് അനാർ, ഞാൻ അനാർ എന്നാണ് പറയുക, ഈ ഭാഗങ്ങളും മാതളനാരങ്ങ എന്ന് പറയും. അത് നല്ലതാണ്. അത് പിന്നെ ഫ്രൂട്ട്സിൽ ഏതാ എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ അനാറാണ് കഴിച്ചിരുന്നത്. പിന്നെ മാംഗോ കഴിച്ചിരുന്നു, ഷുഗർ ഇല്ലാത്ത കാരണം മാംഗോ കഴിച്ചിരുന്നു. പിന്നെ നമ്മൾ ഈ ഈന്തപ്പഴം 1-2 ഒക്കെ വെച്ചിട്ട് ഡെയിലി കഴിച്ചിരുന്നു. അത് പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. പക്ഷെ ഞാൻ സ്കിപ്പ് ചെയ്യാത്തത് ഈ രാഗിയുടെ ഈ ഒരു ഡ്രിങ്കാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രിങ്ക് നിങ്ങൾ ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിലും ബ്ലഡ് ഇല്ലാത്തവരുണ്ടെങ്കിൽ കുടിച്ച് നോക്കുക. നല്ല എഫക്റ്റീവ് ആയിരിക്കും, നല്ല ടേസ്റ്റിയാണ്. ഞാൻ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കുടിക്കട്ടെ. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പശുമ്പാൽ ആവശ്യമുണ്ട്. പശുമ്പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് പാലാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം അങ്ങനെ ചേർത്തിട്ട് നമ്മളിത് ഒരു 2 ടീസ്പൂൺ ഓളം രാഗിപ്പൊടി. അപ്പോൾ ഈ ഒരു റാഗിപ്പൊടിയാണ് ഞാൻ ഇങ്ങനെ പൊടിച്ച മില്ലിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ എടുക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിൽ ഉണ്ടാക്കാം. കട്ടി കുറവാണെങ്കിൽ നിങ്ങളൊരു 2-3 ടീസ്പൂൺ റാഗിപ്പൊടി എടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഈ പഞ്ചസാര യൂസ് ചെയ്യാം. ഞാൻ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര യൂസ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് കട്ടയില്ലാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നിർത്താതെ ഇളക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് കുറുകിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഉണ്ണികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ, നമുക്കിതെന്നും ഈസി ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഡെയിലി കുടിക്കുന്നത് നമുക്കും എല്ലാവർക്കും നല്ലതാണ്, ബ്ലഡ് വയ്ക്കാനൊക്കെ. അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് കുറുക്കി അതൊന്ന്
തിളച്ച് പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് സെറ്റായി. പിന്നെ നന്നായി ചൂടാറിയിട്ട് നിങ്ങൾ കുടിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കായിട്ട് കുടിക്കാം. അപ്പോൾ നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് എന്തായാലും എനിക്ക് ഉറപ്പാണ്. പ്രഗ്നൻസിയിലുള്ളവരുണ്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ബ്ലഡ് ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് റാഗിയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ, ഇതിൽ മണമൊന്നും അങ്ങനെ അറിയണമെന്നില്ല, മണം ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏലക്കായ വേണമെങ്കിൽ ചേർക്കാം, ഒരു സ്പൈസ്, ഒരു ചെറിയ മണത്തിന് വേണ്ടിയിട്ട്. കാരണം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് പാല് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തേങ്ങാപ്പാലും യൂസ് ചെയ്തിട്ട്, നമ്മുടെ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, സീ യു.